മക്കളെ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ്. ചായ കുടിച്ച് ഉഷാറായിട്ടിരിക്കല്ലേ? ഇന്ന് ക്ലാസ്സിലൊക്കെ പോയോ? ടൈം ടേബിൾ ഒക്കെ കിട്ടിയോ എക്സാമിന്റെ? അത് ചോദിക്കട്ടെ ആദ്യം, എക്സാം എടുക്കാം. എക്സാമിന്റെ ടൈം ടേബിൾ കിട്ടി? യെസ്, കിട്ടി. എത്ര പേര് കിട്ടില്ല? കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണോ മക്കളെ എക്സാം? ക്രിസ്മസിന് മുൻപേ ഒരു പരീക്ഷ മാത്രം ക്രിസ്മസ് കഴിഞ്ഞാണ് സാറെ വിളിച്ചേ. രൂപ മക്കളെ എക്സാം ടൈം ആയിട്ടെന്ന് എനിക്കറിയാം, എന്നാലും ചോദിക്കാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ്. യെസ് യെസ്, ഗുഡ് ഈവനിങ് രൂപ. എങ്ങനെയാണ് ടൈം ടേബിൾ ഇട്ടേക്കുന്നത്? ആ 17-ാം തീയതി ബിസിനസ്, 6 അപ്പൊ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അല്ലെ? ആണെങ്കിൽ വീക്ഷിക്കാണിച്ചേ, ഓപ്ഷണൽ സബ്ജക്റ്റ് ആണോ 6-ാം തീയതി വരുന്നത്? ഓക്കെ, കുഴപ്പമില്ല, സിമ്പിൾ സബ്ജക്റ്റ് അല്ലേ, പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും, സമയം കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൈമൊക്കെ അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എക്സാമിന് ടൈം ആയിട്ടുണ്ട്. 5-ാമത്തെ ചാപ്റ്റർ ആയിരുന്നു റിവിഷൻ പറഞ്ഞത്. 5-ാം ചാപ്റ്റർ ഫുള്ള് പഠിക്കണം. അപ്പൊ നിങ്ങൾ വേഗം തന്നെ പാരന്റ്സിനെ കൂടെ വിളിച്ചിരുത്തുക. എക്സാമിന്റെ ഡയറി മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കി എല്ലാ ബുക്സും എടുത്ത് വെക്കാം. സാർ ഇപ്പോൾ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിച്ചു തരും. യെസ്, ക്വസ്റ്റ്യൻ നോട്ടേ മക്കളെ. ക്യാഷ് വിഡ്രോവൽ ബൈ എ കസ്റ്റമേഴ്സ് യൂസിങ് ATM ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഇത് താഴെ പറയുന്നവയിൽ എന്താണ് ക്യാഷ് വിഡ്രോവലോ ബൈ കസ്റ്റമർ പറയുന്ന ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ ഇതാണ്. ഏത് ബിസിനസ് മോഡലിൽ എഴുതുക കേട്ടോ. 1/2 മാർക്കാണ്. നെക്സ്റ്റ് 2-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സജസ്റ്റ് എനി 2 പേയ്മെന്റ് മെക്കാനിസം യൂസ്ഡ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 പേയ്മെന്റ് മെക്കാനിസത്തിന്റെ പേര് മാത്രം എഴുതിയാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ഓക്കെ, 3rd ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ റിസോഴ്സസ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ബിസിനസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. 3 മാർക്കാണ്. സോ നിങ്ങൾ 3 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ബിസിനസ്. ട്രഡീഷണലിന്റെയും ബിസിനസിന്റെയും ഏതെങ്കിലും 3 ഡിഫറൻസ്, കറസ്പോണ്ടിങ് 3 ഡിഫറൻസ് എഴുതാം. 1.5 മാർക്കാണ്. 5th ക്വസ്റ്റ്യൻ. ബിസിനസ് ഹാസ് സെവറൽ ബെനിഫിറ്റ്. എക്സ്പ്ലെയിൻ എനി 4 ഓഫ് ഇറ്റ്. ബിസിനസിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഏതെങ്കിലും 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യണുണ്ട്. 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യണം. 3 മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ എനി 2 ലിമിറ്റേഷൻ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഏതെങ്കിലും 2 ലിമിറ്റേഷൻസിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി, എക്സ്പ്ലനേഷൻ വേണ്ട. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓൾ ദി ബെസ്റ്റ്. പേപ്പർ ചെക്ക് ചെയ്യാൻ പോവാണ്. പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് 0 മാർക്ക് ആയിരിക്കും കേട്ടോ. സാർ ഇപ്പോൾ ക്വസ്റ്റിന്റെ ആൻസർ സ്ക്രീനിൽ കാണിച്ചു തരും, അത് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നോക്കാം. B2C ആണ് കേട്ടോ. ഒരു കസ്റ്റമർ ATM ന്ന് പൈസ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് ബിസിനസ്സും കസ്റ്റമർ എന്താണ് CU ആണ്, അല്ല B2C ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആണെങ്കിൽ 1/2 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പേയ്മെന്റ് മെത്തേഡ്സ് ഓഫ് ബിസിനസ് ആണ്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ചെക്ക് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ ഉണ്ട്, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉണ്ട്, ഡിജിറ്റൽ ക്യാഷ് ഉണ്ട്. ഏതെങ്കിലും 2 പേയ്മെന്റ് മെക്കാനിസത്തിന്റെ പേര് കൃത്യമായി എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് ഇടാം കേട്ടോ. 1/2 മാർക്ക് വീതമാണ്. തെറ്റിപ്പോയാൽ 1/2 മാർക്ക് വീതം കുറയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റിസോഴ്സസ് റിക്വയർ ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ബിസിനസ് ആണ്. അപ്പൊ അതിൽ നിങ്ങൾ റിസോഴ്സസ് കൃത്യമായിട്ടൊരു 3 പോയിന്റ് ഉണ്ടോ ചെക്ക് ചെയ്യുക കേട്ടോ. 3 പോയിന്റ് ഉണ്ടോ ചെക്ക് ചെയ്യുക. 3 പോയിന്റും എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ഓരോ മാർക്ക് വീതം കൊടുക്കുക കേട്ടോ. 3 പോയിന്റും എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ഓരോ മാർക്ക് വീതം കൊടുക്കുക. 3 മാർക്കാണ്. അടുത്ത് നോക്കുക, ഡിഫറൻസ് ആണ്. ഡിഫറൻസ് നിങ്ങൾക്ക് 3 സെറ്റ് ഓഫ് മക്കളെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫറൻസ് ആ പറഞ്ഞേക്കുന്നത്. ഡിഫറൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും 3 കറസ്പോണ്ടിങ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1/2 മാർക്ക് വീതം 3 എണ്ണത്തിന് 1.5 മാർക്ക് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്യുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബെനിഫിറ്റ് ഓഫ് ബിസിനസ് ആണ്. 4 പോയിന്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ 4 പോയിന്റ്സും എക്സ്പ്ലനേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 മാർക്കും കൊടുക്കാം കേട്ടോ. 1 പോയിന്റിനും എക്സ്പ്ലനേഷനും കൂടി 3/4 മാർക്ക് വീതമാണ്. ഹെഡിങ് മാത്രം എഴുതിയ കുട്ടികൾ 1/4 മാർക്ക് വീതം ഇട്ടാൽ മതി കേട്ടോ.
ഒരു പോയിന്റിനും എക്സ്പ്ലനേഷനും കൂടി 3/4 മാർക്ക് വീതമാണ്. അങ്ങനെ 4 എണ്ണത്തിന് 3 മാർക്ക്. ഹെഡിങ് മാത്രം എഴുതിയ കുട്ടികൾ 1/4 മാർക്ക് വീതം ഇടാം. 4 പോയിന്റ്സും വിത്ത് എക്സ്പ്ലനേഷനും വേണം. നെക്സ്റ്റ് വരുന്നത് ലിമിറ്റേഷൻ ആണ്. ലിമിറ്റേഷനിൽ ഏതെങ്കിലും 2 ലിമിറ്റേഷന്റെ പേര് എഴുതാട്ടോ. ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ചോ, ഡിലേ ഇൻ ഡെലിവറിയോ, നീഡ് ഫോർ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റി ആൻഡ് കോമ്പിറ്റൻസിയോ, അല്ലെങ്കിൽ പീപ്പിൾ റെസിസ്റ്റൻസ്, എത്തിക്കൽ ഫോളോവേഴ്സ്. ഏതെങ്കിലും 2 പോയിന്റ് ഉണ്ടെങ്കിൽ 1 മാർക്ക് ഇടാം കേട്ടോ. മൊത്തം മാർക്ക് ഒന്ന് ടോട്ടൽ ചെയ്യാം. ഔട്ട് ഓഫ് 10 എത്രയെന്ന് ഇടാം. പാരന്റിന്റെ സൈൻ മേടിക്കുക. 1 മിനിറ്റ് ടൈം പേപ്പർ ക്ലിയർ ആയിട്ട് സെൻഡ് ചെയ്യുക. ദെൻ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക.